ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ തന്നെയാണ് ഗ്ലിറ്റ്സ്. നമ്മുടെ വീഡിയോ കാണുന്ന കുറേ ഫ്രണ്ട്സും കമൻറ്റ് ചെയ്യാറുണ്ട്, അതേപോലെ മെസ്സേജ് അയക്കാറുണ്ട് എന്തുകൊണ്ടാണ് വൺ പീസ് കണ്ടന്റ് ഒന്നും വീഡിയോയിൽ അങ്ങനെ ഇടാത്തതെന്ന്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഏറ്റവും അധികം നമ്മൾ ചെയ്യുന്നത് നറൂട്ടോ കണ്ടന്റ്സ് ആണ്, പിന്നെ ഡീമൺ സ്ലെയറും ചെയ്യുന്നുണ്ട്. വൺ പീസ് കണ്ടന്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പീസ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഐ ആം സ്റ്റിൽ സ്റ്റക്ക് ഇൻ വാനോ ആർക്ക്. ടൈമില്ല ഗൈസ്, എൻ്റെ കൂടെ തന്നെ കണ്ടുപോവുകയാണ്. അതിനെപ്പറ്റി കുറേ ഐഡിയാസ് ഇല്ലാതെ വീഡിയോ ഇടുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് വൺ പീസ് കണ്ടന്റ് അങ്ങനെ കുറേ ഇടാത്തത്. ഇപ്പം ഞാൻ ഇന്ന് ചെയ്യുന്ന പോലെ കുറേ കണ്ടന്റ് ഇനി വരും. ഇങ്ങനത്തെ കണ്ടന്റ്സ് ഒക്കെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ്സ്, അനിമേ കണ്ടന്റ്സ് നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. നിങ്ങളൊരു അനിമേ ഫാൻ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ് ചെയ്തിരിക്കണം. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ വൺ പീസിൽ തന്നെ ഡെവൽ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടർ കുറേ പേരുണ്ട്. കുറേ ക്യാരക്ടേഴ്സും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡെവൽ ഫ്രൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചില ഡെവൽ ഫ്രൂട്ടൊക്കെ നമുക്ക് ഭയങ്കര ഫേവററ്റ് ആയിരിക്കും, ചിലതൊക്കെ ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഡെവൽ ഫ്രൂട്ടും ഉണ്ട്. പക്ഷേ ഇവരെല്ലാവരെക്കാളും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ മങ്കി ഡി ഗാർപ്പും ഗോൾഡ് ഡി റോജർ ഇവരൊന്നും ഡെവൽ ഫ്രൂട്ട് യൂസ് ചെയ്യുന്നില്ല. ഇതേപോലെ ഡെവൽ ഫ്രൂട്ട് ഇല്ലാതെ തന്നെ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ടോപ്പ് 5 മോസ്റ്റ് പവർഫുൾ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 5 മങ്കി ഡി ഗാർപ്പ് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഗാർപ്പ് കൈൻഡ് ഓഫ് ഒരു സെയിം സ്റ്റീരിയോ ടൈപ്പിൽ വരുന്ന ഒരു കോമഡി ക്യാരക്ടർ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ പേഴ്സണലി അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ആ ഒരു ഗാർപ്പ് ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്, ഈവൻ ഈക്വൽ ടു റോജർ ആ ലെവലിൽ പവർഫുൾ ആണെന്ന് മനസ്സിലാക്കുന്നത്. ഗാർപ്പ് ഇത്ര പവർഫുൾ ആണെങ്കിൽ പോലും ഒരു വൈസ് അഡ്മിറലായിട്ട് മാത്രമേ ഗാർപ്പ് നിന്നിട്ടുള്ളൂ. ഗാർപ്പിന് ഒരു ഫ്ലീറ്റ് അഡ്മിറൽ ആവാൻ ചാൻസ് ഒന്നും കിട്ടാഞ്ഞിട്ടല്ല, ഗാർപ്പ് അത് റിജക്റ്റ് ചെയ്തിട്ട് ആ ഒരു പ്ലേസിൽ തന്നെ നിന്ന്. പിന്നെ ഗാർപ്പ് അങ്ങനെ ഡെവൽ ഫ്രൂട്ട് പവർ ഇല്ല, ടോട്ടലി ഫൈറ്റ് ചെയ്യുന്നത് ബ്രൂട്ടൽ സ്ട്രെങ്ത് വെച്ചിട്ടാണ്. ഗാർപ്പ് ഭയങ്കര സ്ട്രോങ് ആണ്. വൺ പീസിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റൊക്കെ ഗാർപ്പിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ആർക്കും വൺ പീസിൽ തന്നെ ആർക്കും നിൽക്കാൻ പറ്റില്ല, ആ ലെവൽ സ്ട്രോങ് ആണ്. പിന്നെ റീസെൻ്റ്ലി റിലീസായ ഗാർപ്പ് ഒരു ഐലൻഡ് ഡിസ്ട്രോയ് ചെയ്യുന്നത് ഗാലക്സി ഇമ്പാക്റ്റ് യൂസ് ചെയ്ത്, അതും ഗാർപ്പിൻ്റെ 70s ഇത് ചെയ്യുന്നത്. അതേപോലെ ബ്ലാക്ക് ബിയറിൻ്റെ ക്രൂ ഫുള്ളായിട്ട് തന്നെ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും അവോക്കോജിക ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗാർപ്പ് ഈസ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ ഇൻ വൺ പീസ്. ഗാർപ്പിൻ്റെ പ്രൈമിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഗോഡ് വാലി ഇൻസിഡൻറ്റ് അത് ഉടനെ വരുമായിരിക്കും അടുത്ത ആർക്കിൽ. നമ്പർ 4 വേറെ ആരുമല്ല, ദ വേൾഡ് സ്ട്രോങ്ങസ്റ്റ് സ്പോർട്സ്മാൻ ഡ്രാക്കുലെ മിഹോക്ക്. ഈ ക്യാരക്ടറിൻ്റെ പൊട്ടൻഷ്യൽ എന്തുവാണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഓൺലി ഒരേ ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഇച്ചിറോ ഓഡ. മിഹോക്കിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഫൈറ്റ് ഇതുവരെ റിലീസ് ചെയ്തിട്ടേ ഇല്ല, എവിടെയും കാണിച്ചിട്ടില്ല മിഹോക്കിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്തുവാണെന്ന്. വൺ ടൈം ഷാങ്ക്സിൻ്റെ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഷാങ്ക്സിനെക്കാളും പവർഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഷാങ്ക്സ് എത്ര പവർഫുൾ ആണെന്ന്. അപ്പോൾ ഷാങ്ക്സിനെക്കാളും പവർഫുൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് മിഹോക്ക് ഈസ് ലൈക്ക് കറൻ്റ്ലി ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ ഷാങ്ക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഷാങ്ക്സിനെക്കാളും പവർഫുൾ എന്ന് പറയുമ്പോൾ മിഹോക്കാണ് ഇപ്പോൾ ഒരു ഫൈനൽ ബോസ് ആയിട്ട് നിൽക്കുന്നത്, ഫൈനൽ ബോസ് ആയിട്ട്. നമുക്കെന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. ഇവർ ഇത്ര ഹൈപ്പ് വെച്ച് കൊണ്ടുപോകുന്നത് ആ ഒരു ഫൈനൽ വാറിന് വേണ്ടിയിട്ടാണ്. ഫൈനൽ വാർ മിഹോക്ക് വേഴ്സസ് സോറോ ഉറപ്പായിട്ട് നടക്കും. സോറോയുടെ ഫൈനൽ ബാറ്റിലായിരിക്കും അത്. സോറോ എന്തായാലും ജയിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇച്ചിറോ ഓടാണ്, വൺ പീസാണ്, എന്തും നടക്കാം. എന്തായാലും ആ ഒരു ബാറ്റിൽ നമുക്ക് ആ ഒരു മിഹോക്കിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്തുവാണ്, മിഹോക്കിന് ഏത് ലെവൽ വരെ പോകാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും. നമ്പർ 3 മിഹോക്കിൻ്റെ ഒരു ബെസ്റ്റ് ബഡിയാണ് ഷാങ്ക്സ് ആണ് വൺ പീസിൽ കറൻ്റ്ലി മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് പൈറേറ്റ് എന്നറിയപ്പെടുന്നത്. ഷാങ്ക്സ് ആണ് അവിടെ എല്ലാം വൺ പീസിൽ കറൻ്റ്ലി. അപ്പോൾ ഷാങ്ക്സ് എത്ര പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാങ്ക്സിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഫൈറ്റും നമ്മളിതുവരെ കണ്ടിട്ടില്ല. അതും ഒരു പോയിന്റ് നമ്മൾ കാണും. വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടറാണ് ഷാങ്ക്സ്. മേ ബി ഷാങ്ക്സ് വേഴ്സസ് ഷാംറോക്ക് ആയിരിക്കും ആ ഒരു ഫൈനൽ ബാറ്റിൽ നടക്കാൻ പോകുന്ന. ഹു നോസ്. ഷാങ്ക്സ് വൺ ഓഫ് ദ പവർഫുൾ ക്യാരക്ടർ വിത്ത് ഡെവൽ ഫ്രൂട്ട് ആണ്. അതുകൊണ്ടാണ് ഈ ലിസ്റ്റ് 3 ആഡ് ചെയ്തത്. നമ്പർ 2 കിങ് ഓഫ് ദി പൈറേറ്റ് ഗോൾഡ് ഡി റോജറാണ് വൺ പീസിലെ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ എന്ന് പറയാം. ലൂഫി ഉണ്ടെങ്കിൽ പോലും റോജറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്റ്റാർട്ടിങ് ടു ടിൽ നൗ സ്റ്റോറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റോജർ ഈസ് നോട്ട് എ നിക്ക, എന്നിട്ട് പോലും വൺ പീസ് അവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട് റോജർ. അതൊക്കെ ഒരു ഓറ ഫാമിംഗ് ആണ് റോജറിൻ്റെ ടൈം റോജർ ചെയ്തത്. റോജർ ഉള്ള സമയത്ത് ആ റോജറിൻ്റെ ലെവലിലായിട്ട് ആർക്കും വരാൻ പറ്റിയില്ല. ആ സമയത്ത് തന്നെ വൈറ്റ് ബിയർഡ് ഉണ്ടായിരുന്നു, ഗാർപ്പ് ഉണ്ടായിരുന്നു, സെങ്കോക്കും ഉണ്ടായിരുന്നു. എന്നിട്ടും റോജർ തന്നെയായിരുന്നു അവിടെ ടോപ്പ് ഒരു 1 പ്ലേസിൽ നിന്നത്. ഹീസ് റിയലി വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ കൂളസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ ബാഡസ്റ്റ് ക്യാരക്ടർ. ആൻഡ് ഫൈനലി നമ്പർ 1, ഇത് കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു പിക്കാണ്, റോക്ക് ഡി സെബേക്കിനെ പറ്റി കുറേ പേർക്കും അറിയത്തില്ല. സെബേക്കാണ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് വൺ പീസിലെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് പൈറേറ്റ് എന്ന് പറയാം.
സെബേക്കിൻ്റെ അണ്ടറിലായിരുന്നു ബിഗ് മോം, കൈഡോ, ഷിക്കി ഇവരെല്ലാവരും. ഒരു സമയത്ത് സെബേക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ ആർക്കും, ഇവൻ മറയനൊക്കെ പേടിച്ച് വിറച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സെബേക്കിൻ്റെ പേര് കേൾക്കുമ്പോൾ. ഇവരെ ഡിഫീറ്റ് ചെയ്തത് ഗാർപ്പും റോജറും ആണ്. ഒരു ടൈമിൽ ഇവർ രണ്ടുപേരും ടീമപ്പ് ചെയ്തിട്ട് ദ കിങ് ഓഫ് ദി പൈററ്റും ദ ഹീറോ ഓഫ് ദി മറൈനും ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത്, മറൈൻസ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് സെബേക്കിനെ ഡിഫീറ്റ് ചെയ്തത്. അതൊരു സ്റ്റോറി ആയിട്ട് ഇപ്പോൾ റിലീസാവും. അപ്പോൾ മെയിൻ പോയിന്റ് വരുമ്പോൾ സെബേക്കിനെ പറ്റി വൺ പീസ് ഇതുവരെ ഒന്നും തന്നെ വലുതായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. ഇച്ചിറോടെ ഭയങ്കര ഒരു മിസ്റ്ററി ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടേഴ്സിൽ ഒന്നാണ് സെബേക്ക്. സെബേക്കിൻ്റെ ഡെവിൾ ഫ്രൂട്ട് ഉണ്ടെന്ന് പോലും ഇതൊരു കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മേ ബി സെബേക്കിന് ഡെവിൾ ഫ്രൂട്ട് ഇല്ലായിരിക്കാം. ആ സമയത്ത് പവർഫുൾ ക്യാരക്ടേഴ്സ് നമുക്ക് എടുത്തു വയ്ക്കുകയാണെങ്കിൽ റോജറും ഗാർപ്പിനൊന്നും ഡെവിൾ ഫ്രൂട്ട് ഇല്ലായിരുന്നു. അപ്പോൾ സെബേക്കിനും ഇല്ലെന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. ആ ഒരു അസ്യൂം ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ നമ്പർ 1 പ്ലേസ് സെബേക്കിന് കൊടുത്തത്. ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റ് ഒന്നുകൂടെ മാറ്റി അത് റിവീൽ ചെയ്യുമ്പോൾ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് എന്തുവാണെന്ന് ഇവിടെ കമൻറ്റ് ചെയ്യുക.